നമസ്കാരം. റിപ്പോർട്ടർ ടി വിയുടെ മുതലാളിയും സ്വയം പ്രഖ്യാപിത മാധ്യമപ്രവർത്തകനുമായ ആൻറ്റോ അഗസ്റ്റിൻ സഹോദരന്മാരിലെ ഏറ്റവും പ്രമുഖൻ, അല്ലെങ്കിൽ പ്രസിദ്ധൻ, കുപ്രസിദ്ധൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. അദ്ദേഹം താമസിയാതെ ജയിലഴികൾക്കുള്ളിലേക്ക് പോകുമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനായി ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഞങ്ങളുടെ മുതലാളി നല്ല മുതലാളി എന്ന് പറഞ്ഞ് നമ്മുടെ അരുൺകുമാറിന് പോലും ഇപ്പോൾ അത് ന്യായീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട്. കാരണം ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോടികൾ വെട്ടിച്ചോ സർക്കാരിന് നഷ്ടം വരുത്തിയോ ഇതൊന്നുമല്ല. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ 126 കോടി രൂപ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആർക്കാണ് കൊടുത്തത്? അമേരിക്കയിലുള്ള ഒരു ഏജൻസിക്കാണ്. അത് അവരുമായി എന്ത് ബന്ധം? 126 കോടി രൂപ ഇവിടെ നിന്ന് പുറത്തേക്ക് അയക്കുവാനുള്ള അനുവാദം കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഈ ഒരു കള്ളത്തരത്തിന് പിന്നിലുണ്ട്. അത് കള്ളത്തരം തന്നെയായിരുന്നു, അതിന് സംശയമൊന്നും വേണ്ട. അതിൽ എത്രത്തോളം ഇവർ പിരിച്ചു, എത്രത്തോളം കള്ളപ്പണം ഇവർ വെളുപ്പിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ആ നിമിഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഇടപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിന്നിരുന്ന, ഇന്നലെ വരെ അടുത്ത് നിന്നിരുന്ന റിപ്പോർട്ടർ ചാനൽ ഇന്ന് പതിയെ UDF സർക്കാരിനോട് അടുക്കുവാനുള്ളൊരു ശ്രമം കാട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ മരമുറി കേസിൽ നിന്നും ഈ മെസ്സി വിവാദത്തിൽ നിന്നും ഒപ്പം ഇന്നലെ വലിയ വിവാദമായിട്ടുള്ള ദില്ലി മുതൽ കേരളം വരെ വലിയ വിവാദമായി കോൺഗ്രസ്സുകാർ പെട്ടുകിടക്കുന്ന, ഒരുപക്ഷെ നിയമലംഘനമായി തന്നെ കണക്കാക്കാവുന്ന തരത്തിൽ വന്ദേമാതരത്തെ, ദേശീയ ഗീതത്തെ അപമാനിച്ച, അത് സോണിയാഗാന്ധി ആണെങ്കിലും ശരി, VD സതീശനാണെങ്കിലും ശരി, മറ്റുള്ള രാജു P നായരെ പോലുള്ള കോൺഗ്രസിൻ്റെ ഉച്ഛിഷ്ടങ്ങളാണെങ്കിലും ശരി, അവർ വന്ദേമാതരം ആലപിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയുന്നു എന്നുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് ആൾ കളിക്കാൻ നോക്കിയവരാണെങ്കിലും ശരി, ഇവരെല്ലാവരും നിയമപരമായിട്ട് തന്നെ നേരിടപ്പെടുമെന്നുള്ളൊരവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് കൂടി ശ്രദ്ധ തിരിക്കാൻ, ഒപ്പം മുതലാളിയെ കുറ്റപ്പെടുത്തുന്നവരിൽ നിന്ന്, ആ വാർത്തയിൽ നിന്നും, മുതലാളി അഴിക്കുള്ളിൽ പോകുമെന്ന വാർത്തയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ്. PC ജോർജ് അങ്ങനെ പറഞ്ഞു, PC ജോർജ് ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നതേയില്ല. കാരണമെന്ന് പറഞ്ഞാൽ BJPയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുവാനും അത് കൂടുതൽ തവണ റിപ്പോർട്ട് ചെയ്യുവാനും ഒക്കെയുള്ള അവകാശം, മാധ്യമ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇപ്പോൾ ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട്, കാരണം PC ജോർജ് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് പ്രാദേശികമായി അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിച്ചിരുന്ന ചില പ്രവർത്തകരെ സംബന്ധിച്ച്, ചില നേതാക്കളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇത് പുതിയൊരു ബ്രേക്കിംഗ് ന്യൂസേ അല്ല. കുറച്ച് ദിവസങ്ങളായി, ഏതാണ്ട് ഒരു മാസത്തിന് മുകളിലായി പുറത്തു വന്ന വാർത്തയാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞ് BJPക്കുള്ളിൽ തന്നെ ഒരു സമവായത്തിൽ കാര്യങ്ങൾ എത്തുകയും എന്താണ് പ്രശ്നങ്ങളെന്നുള്ളത് കണ്ട് പഠിച്ച് പരിഹരിക്കുവാനായി രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് BJP പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും വിവരങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് ഇനിയിപ്പോൾ BJPക്ക് അകത്ത് വലിയ തമ്മിൽ തല്ലും മൊത്തം അഴിമതിയുമാണെന്ന് വിചാരിക്കുക. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു വാദത്തിന് വേണ്ടിയിട്ട് സമ്മതിച്ചു എന്ന് തന്നെ കരുതുക. പക്ഷേ അതൊന്നും ഈ ആൻറ്റോ അഗസ്റ്റിൻ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ നിർത്തിപ്പറ്റിച്ച ആ ഒരു കള്ളത്തരവും ആ ഒരു കുറ്റകൃത്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. VD സതീശന് മുതൽ സോണിയാഗാന്ധി വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ കാണിച്ച രാജ്യവിരുദ്ധതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നുള്ളത് ഉറപ്പായും തന്നെ വിശ്വസിച്ചു കൊള്ളുക. ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മരംകൊത്തി മുതലാളി 24 ചാനലിലിരുന്നപ്പോൾ വീരപ്പന് എന്നുള്ള പേരുള്ള ലോറിയൊക്കെ ഡ്രൈവ് ചെയ്ത് കൈലിയൊക്കെ കൊടുത്ത് വന്ന് നിരന്തരമായി അപഹസിച്ചിരുന്ന അരുൺകുമാർ ഇപ്പോൾ മരംകൊത്തി മുതലാളിക്കൊപ്പം ഇരുന്ന് മുതലാളി എന്നുള്ള രീതിയിൽ വെളുപ്പിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു അവസരങ്ങളെല്ലാം 1 കോടി രൂപ ഈ ആരോപണങ്ങൾ തെളിയിച്ചാൽ ഞാൻ നൽകുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടും ജനം പറയുന്ന 1 കോടിയൊന്നും വേണ്ട, ഈ ആരോപണങ്ങളിൽ നിങ്ങളുടെ പക്കലുള്ള രേഖകൾ കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് സാധ്യമല്ല. രേഖയൊന്നും അങ്ങനെ കാണിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുന്ന മുതലാളി, മരമുറി മുതലാളി, ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒപ്പം VD സതീശൻ സർക്കാരിൻ്റെ പ്രീതി സമ്പാദിച്ചെടുക്കുവാൻ, കാരണം അത് മാത്രമേ ഉള്ളൂ ഇനി അവർക്ക് മുന്നിലുള്ള വഴി. കാരണം ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു കേസ് രജിസ്റ്റർ ചെയ്താൽ ആ നിമിഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിലേക്ക് കാലെടുത്ത് വയ്ക്കും.
ഇതിലേക്ക് രംഗപ്രവേശം ചെയ്യും. അതിന് ഒരു സംശയവുമില്ല. ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നിയമപരമായി തന്നെ ഇതിൽ ഇടപെടുവാൻ പരിമിതികളുണ്ട്. അല്ലെങ്കിൽ കോടതിയുടെ വിധി വേണം. അത് വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകർ അതിന് വേണ്ടിയിട്ടുള്ള കരുക്കളും നീക്കുന്നുണ്ട്. മുതലാളി എന്തായാലും രക്ഷപ്പെട്ടു പോകുവാൻ പോകുന്നില്ല. മുതലാളി എന്തായാലും കമ്പിക്കുള്ളിൽ പോകും. ഈ കോൺഗ്രസ്സുകാരെന്തായാലും രക്ഷപ്പെടുവാനും പോകുന്നില്ല. അത് മുതലാളി എത്ര വെള്ള പൂശുവാൻ ശ്രമിച്ചാലും, എത്ര വന്നിരുന്ന് ആക്രോശിച്ചാലും, അരുൺകുമാർ എത്ര തന്നെ കരഞ്ഞു മെഴുകിയാലും, മുതലാളി മെസ്സിയുടെ കാര്യത്തിൽ കാണിച്ചത് ഭൂലോക ഫ്രോഡ് തരമാണ്, അല്ലെങ്കിൽ ഉഡായിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ എത്ര അടിച്ചു മാറ്റി, അല്ലെങ്കിൽ എന്ത് തിരിമറിയാണ് ഇവർ നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി പൊതുജനത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുവാനുള്ളൂ. അതിനുള്ള കരുനീക്കങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും എല്ലാം ഒരുങ്ങി വരുന്നുണ്ട്. കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. അതിനിടയിൽ PC ജോർജ് അങ്ങനെ പറഞ്ഞു, കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരെ കണ്ടപ്പോൾ ചിരിച്ചതിൽ 1 ഇഞ്ച് ചിരി കഴിഞ്ഞതിൽ നിന്ന് കുറവായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ചിരിച്ച ചിരി പിണറായി വിജയനെ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ നോക്കി ചിരിച്ച ചിരി മുഖ്യമന്ത്രിയെ നോക്കി ചിരിച്ചില്ല. നരേന്ദ്രമോദി ഫോൺ വിളിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ RC എന്നല്ല വിളിച്ചത്, മുഴുവൻ പേര് പറഞ്ഞാണ് വിളിച്ചത്, അല്ലെങ്കിൽ മിസ്റ്റർ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാണ് വിളിച്ചത്, അല്ലെങ്കിൽ മിസ്റ്റർ രാജീവ് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അതിൽ നിന്ന് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്, കേരള നേതൃത്വത്തോടുള്ള അതൃപ്തി നമുക്ക് മനസ്സിലാക്കാം. തുടങ്ങിയ എന്ത് വാർത്ത കൊണ്ടുവന്നാലും മരംകൊത്തി മുതലാളി അഴിക്കുള്ളിൽ പോകുമെന്നുള്ള കാര്യം ഏതാണ്ട് തീർച്ചയാണ്. ഇവിടെ വിയൂർ സെൻട്രൽ ജയിലിൽ, അല്ലെങ്കിൽ തിഹാർ ജയിലുണ്ട്, അവിടേക്ക് കൊണ്ടുപോകാനുള്ള ആളുകൾ വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. ആ സാഹചര്യം സംസ്ഥാന സർക്കാരായിട്ട് ഒരുക്കി കൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീതി സമ്പാദന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന ഈ BJPയുടെ ബ്രേക്കിംഗ് ന്യൂസ്. അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു പ്രസ്റ്റിറ്റ്യൂട്ടിനെയും ഇറക്കി വിട്ടിട്ടുണ്ട്. എന്തോ പാലോ റോസ് മിൽക്കോ റോഷി പാലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള പേര് ഓർമ്മയില്ല എനിക്ക്. അതാണ് ഈ ഭാവിയിലുള്ള അപ്കമിങ് ടെറർ അരുൺകുമാറിനും പണ്ട് തലയിൽ നിറച്ചു മുടി ഉണ്ടായിരുന്നു. ഈ പറയുന്ന അപ്കമിങ് ടെററിനും തലയിൽ നിറച്ചു മുടി ഉണ്ടാകും. ഭാവിയിൽ അദ്ദേഹം അത് മുഴുവൻ ഷേവ് ചെയ്ത് കളയുമായിരിക്കും. അടുത്ത മൊട്ട ജൂനിയർ എന്ന് പറഞ്ഞ് അവതരിക്കുക എന്നായിട്ട്. പക്ഷേ ഇത് പറഞ്ഞല്ലോ, ഈ തമാശകളെല്ലാം മാറ്റിവെച്ചാൽ തന്നെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടടുത്ത് ഇത്തരത്തിലുള്ള വഴിതിരിക്കൽ ശ്രമങ്ങൾ പ്രേക്ഷകർ തിരിച്ചറിയുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊന്ന് സമഗ്രമായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇന്നത്തെ ലോകം നടുങ്ങുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ അവതരിപ്പിച്ച BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ, അത് ലോകം നടുങ്ങിയോ ആ പ്രശ്നങ്ങൾ കണ്ടിട്ട്? അതോ മരംകൊത്തി മുതലാളി കഴിഞ്ഞ കുറേ ദിവസമായി അനുഭവിക്കുന്ന നടുക്കങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണോ, പ്രതിഫലനം മാത്രമാണോ, അല്ലെങ്കിൽ വഴിതിരിച്ച് വിടുവാനുള്ളൊരു ശ്രമം മാത്രമാണോ, പുതിയ ഉഡായിപ്പാണോ ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ അവർ അവതരിപ്പിച്ച BJPയിലെ പ്രശ്നങ്ങൾ? UDF സർക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു സമവായമുണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ പ്രീതി സമ്പാദിച്ച് FIR രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുവാനുള്ളൊരു ശ്രമമാണോ മരംകൊത്തി മുതലാളി നടത്തുന്നത്? എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ? അപ്പോൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.